തുമ്പോട് സെന്റ് കുര്യാക്കോസ് ഓർത്തഡോക്സ് ഇടവകയുടെ ആഭിമുഖ്യത്തിൽ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഹരിത OVBS ആയി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി കുളത്തുപുഴ ചോഴിയക്കോട് മിൽപ്പാലം കല്ലടയാറിന്റെ തീരത്ത് നടന്ന പരിപാടികൾ ഇടവക ട്രസ്റ്റി PT കൊച്ചുമ്മച്ചന്റെ അധ്യക്ഷതയിൽ കുളത്തുപുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ഷീല സത്യൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വേനൽക്കാല ബൈബിൾ വെക്കേഷൻ ക്ലാസ് ബൈബിൾ ക്ലാസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്ക് 2 മാസക്കാലം കുട്ടികൾക്ക് ഫ്രീ വെക്കേഷനാണ്. ഇപ്പം നമുക്കറിയാം കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മുടെ ചോഴിയക്കോട് എന്ന് പറയുന്നത്. കാരണം വനമേഖലയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു വാർഡാണ്. കാരണം ഡാലി കരിക്കം എന്ന് പറയുന്ന പ്രദേശം ഡാലിയിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളിലാണ് അവിടെ എൻ്റെ വാർഡിൻ്റെ കുറേ ഭാഗമുള്ളത്. പിന്നെ വട്ടക്കരിക്കം വനത്തിനകത്താണ്, മാത്രക്കരിക്കം വനത്തിനകത്താണ്. അവിടെയൊക്കെ ജനങ്ങളെ ഒഴിപ്പിച്ചിട്ടു. പിന്നെ മിൽപ്പാലം, ഈ പ്രദേശം എന്ന് പറയുന്നത് ഏറ്റവും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ്. നമ്മുടെ ഈ ആറ് തന്നെ സ്ഥിതി ചെയ്യുന്നത് 2 ആറുകളാണ്. ഒരു പൂവാറും കല്ലടയാറും. ഇത് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറാണ്. പൂവാറിന്റെ മുകളിലാണ് പൂവാർ എന്ന് പറയുന്നത്. ഈ 2 നദികളും സംഗമിക്കുന്ന ഇതാണ് കല്ലടയാറ്. ഇവിടെ നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഈ മിൽപ്പാലം പ്രദേശത്ത് നമുക്കിവിടെ VSS എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ട്. വനമേഖലയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ സംസ്ഥാനത്തിന് തിരുവനന്തപുരം ഇടവക വികാരി ഫാദർ ഗീവർഗീസ് പള്ളിവാതുക്കൽ, തുമ്പോട് വാർഡംഗം ഷീന കൊച്ചുമ്മച്ചൻ, സൺഡേ സ്കൂൾ പ്രഥമാധ്യാപിക ബെറ്റി എബ്രഹാം, സെക്രട്ടറി റോയിമോൻ തോമസ്, കൺവീനർ K എബിമോൻ, ഷിബു വർഗീസ്, OVBS സൂപ്രണ്ട് സുമാ ഷിബു എന്നിവർ പ്രസംഗിച്ചു. കുട്ടികളിൽ പ്രകൃതി സ്നേഹം വർദ്ധിപ്പിക്കുവാനുള്ള അവബോധം ലഭിക്കുന്നതിനു വേണ്ടിയാണ് പ്രകൃതി സുന്ദരമായ മിൽപ്പാലം കല്ലടയാറിന്റെ തീരം തെരഞ്ഞെടുത്തത്. കല്ലടയാറിന്റെ തീരത്ത് കുട്ടികൾ ആടിയും പാടിയും അവധിക്കാലം ആസ്വദിച്ചു. 60ഓളം കുട്ടികളും ഇവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഗ്ലാസ് പെയിന്റിംഗ് വർക്ക്ഷോപ്പ് എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട്. നാട്ടുവാർത്ത മടത്തറ.